എമ്പുരാൻ സിനിമയുടെ പ്രമേയം മോഹൻലാലിന് അറിയാമായിരുന്നുവെന്ന് ആന്റണി പെരുമ്പാവൂർ. റീ എഡിറ്റിംഗ് കൂട്ടായ തീരുമാനമായിരുന്നു. ആരെയും വേദനിപ്പിക്കാൻ ആഗ്രഹമില്ലെന്നും ആന്റണി പെരുമ്പാവൂർ കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. നമ്മൾ മറ്റുള്ള ആൾക്കാരെ ദ്രോഹിക്കാനോ അല്ലെങ്കിൽ വേറെ ആൾക്ക് വിഷമമുണ്ടാകുന്ന കാര്യങ്ങളൊന്നും ജീവിതത്തിൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് സിനിമ ചെയ്യുന്ന ഒരു ഗ്രൂപ്പല്ല ഞങ്ങളാരും. മോഹൻലാൽ സാറും അതെ, പൃഥ്വിരാജും അതെ. എൻ്റെ അനുഭവത്തിൽ ഇതുവരെയുള്ള അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റും ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾ കേട്ടിട്ടില്ല. അങ്ങനെയുള്ളൊരു അസോസിയേഷനിൽ നമ്മൾ പോയിട്ടില്ല. ഈ സിനിമ വന്നപ്പോൾ ഏതെങ്കിലും ആൾക്കാർക്ക് അതിനകത്ത് സങ്കടമുണ്ടെങ്കിൽ ആ സങ്കടത്തിനെ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഒരു സിനിമാ നിർമ്മാതാവ് എന്നുള്ള നിലയിലും സംവിധായകനും അതിനകത്ത് അഭിനയിച്ച ആൾക്കാർക്കൊക്കെ ഒരു ബാധ്യതയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ വിശ്വാസത്തിൻ്റെ പേരിൽ ഞങ്ങളുടേതായ ഒരു തീരുമാനമാണ്, ഞങ്ങൾ ഒന്നിച്ച് കൂടായിട്ട് എടുത്തൊരു തീരുമാനമാണ്. അതിലൂടെയാണ് ഈ ഒരു എഡിറ്റ് നടന്നിരിക്കുന്നത്. അത് 2 മിനിറ്റും ചെറിയ സെക്കൻഡും മാത്രമാണ് ആ സിനിമയിൽ നിന്നും മാറ്റിയിരിക്കുന്നത്. ഇത് വേറെ ആരുടെ നിർദ്ദേശപ്രകാരമൊന്നുമല്ല, ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ ചെയ്തിരിക്കുന്നതാണ്. ഇനി ഫ്യൂച്ചറിലായാലും നമ്മളൊരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ വേറൊരു ആൾക്കാർക്ക്, ഏതൊരു ആൾക്കാർക്ക് വിഷമം ഉണ്ടായാലും അതിനെ അതുപോലെ തന്നെ സമീപിക്കണമെന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ഒരാൾക്കാരാണ് ഞങ്ങളെല്ലാവരും. മോഹൻലാൽ സാറിന് ഈ സിനിമയുടെ കഥ അറിയാം, എനിക്കറിയാം, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് അറിയില്ല എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് പറ്റാത്ത കാര്യമാണ്. ഒരിക്കലും പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം ഞങ്ങൾ എത്രയോ വർഷമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ്. ഞങ്ങൾ ഒന്നിച്ചെടുത്ത തീരുമാനമാണ് ഈ സിനിമ നിർമ്മിക്കണമെന്നും ഈ സിനിമ വരണമെന്നും ഈ സിനിമയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വിവാദങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നും വിശ്വസിച്ച് പൃഥ്വിരാജ് ഉൾപ്പെടുന്ന ആൾക്കാർ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ജീവിക്കുന്നതല്ലേ. മോഹൻലാലിന് ഈ സിനിമ അറിയില്ല എന്നതാണ് ഇപ്പോൾ വലിയൊരു ചർച്ചയായിട്ട്. അങ്ങനെ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഞങ്ങളെല്ലാവരും ഈ സിനിമയെ മനസ്സിലാക്കിയിരിക്കുന്നതാണ്. അതിൽ ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നതിനകത്തുള്ള തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്. സിനിമ നമ്മൾ ഉദ്ദേശിച്ച പോലെ ജനങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറയുന്നതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും തീർച്ചയായിട്ടും സ്വീകരിച്ചല്ലോ. ജനം സ്വീകരിച്ചിട്ടുണ്ട്, ജനം ഭയങ്കരമായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ അങ്ങനെ തീർച്ചയായിട്ടും ഉണ്ടാവും. എമ്പുരാൻ വിവാദങ്ങൾ തുടരുന്നതിനിടെയാണ് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. ആജ്ഞ രവീന്ദ്രനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ആജ്ഞ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതേയുള്ളൂ, കൂടുതൽ പ്രതികരണങ്ങൾ അണിയറ പ്രവർത്തകരിൽ നിന്ന് ഉണ്ടാകുമോ എന്ന്. പ്രത്യേകിച്ച് പൃഥ്വിരാജിന്റെ മൗനം തുടരുന്ന പശ്ചാത്തലത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞത്? അഭിലാഷ്, ഈ കാര്യത്തിൽ വ്യക്തതയോട് കൂടിയിട്ട് തന്നെയാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തതെന്ന് തന്നെയാണ് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് മുരളി ഗോപിയുടെ അതൃപ്തി ഒരു വലിയ ചർച്ചയായിരുന്നു. അതേസമയം മുരളി ഗോപിക്ക് അതൃപ്തി ഉണ്ട് എന്ന് തോന്നുന്നില്ല ഈ വിഷയത്തിൽ. അദ്ദേഹം പ്രതികരിച്ചില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ ഈ ഫേസ്ബുക്ക് ടാഗ് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മോഹൻലാലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ടാഗ് ചെയ്തില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ അതൃപ്തി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നില്ല എന്ന് തന്നെയാണ് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞത്. അതേസമയം മോഹൻലാൽ ഈ സിനിമയുടെ പ്രിവ്യൂ കണ്ടില്ല എന്നൊരു ആരോപണം ഉയർന്നിരുന്നു. അത്തരത്തിൽ മോഹൻലാൽ പ്രതികരിച്ചിരുന്നു എന്നുള്ള കാര്യത്തിൽ അത് മോഹൻലാലിനും അല്ലെങ്കിൽ തനിക്കും ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഈ സിനിമയുടെ കഥ അറിയാമായിരുന്നു. അത്തരത്തിലൊരു പ്രതികരണം വന്നത് ഏത് തരത്തിലാണെന്ന് അറിയില്ല. അങ്ങനെ ഒരു സാധ്യതയില്ല എന്ന് തന്നെയാണ് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞത്. ആരുടെയും ഭീഷണിയെ തുടർന്നിട്ടല്ല റീ എഡിറ്റിംഗ് ഉണ്ടാകുന്നത്. സമൂഹത്തിൽ ആണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഒരു സമൂഹത്തിലെ ഒരു പ്രത്യേക വിഭാഗത്തിന് ഇതുമായി മനോവിഷമം ഉണ്ടായതിൽ മാത്രമുള്ള അത് പരിഗണിച്ചു മാത്രമുള്ള ഒരു റിയാക്ഷൻ മാത്രമാണ് ഈ സിനിമയുടെ റീ എഡിറ്റിംഗ് ഉണ്ടാകുന്നത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി എഡിറ്റഡ് വേർഷൻ തിയേറ്ററുകളിൽ എത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞു. കാരണം അല്പം സാങ്കേതികമായ പ്രശ്നങ്ങൾ മാത്രമേ അതിലുള്ളൂ. അതിൽ 2.5 മിനിറ്റാണ് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ വില്ലൻ്റെ പേരുൾപ്പെടെ, അതല്ലെങ്കിൽ ഗുജറാത്ത് കലാപത്തിൻ്റെ ചിത്രീകരിക്കുന്നതിനിടയിൽ ഗർഭിണിയെ ഉപയോഗപ്പെടുത്തിയത്, ഗർഭിണിയുടെ വിഷ്വൽസ്, ഇത്തരം കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ചരിത്രത്തെ വളച്ചൊടിച്ചിട്ടില്ല എന്ന് തന്നെ വീണ്ടും പറയുന്നുണ്ട്. ഇതൊക്കെ നടന്ന സംഭവങ്ങളാണ്, ഇതൊക്കെ ചരിത്രമാണ്. ആരെയും വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ കാര്യത്തിലുള്ള ഖേദപ്രകടനമെന്ന് വ്യക്തമാക്കുന്നു. അതേസമയം എടുത്തു പറയുന്ന ഒരു സാഹചര്യം, പൃഥ്വിയെ ഒറ്റുതിരിഞ്ഞ് ആക്രമിക്കാൻ അനുവദിക്കില്ല. പൃഥ്വിരാജിനൊപ്പം എല്ലാവരും ഉണ്ടാകും. പൃഥ്വിരാജിനോടും അല്ലെങ്കിൽ ഇത്തരത്തിൽ സിനിമയിലെ എഡിറ്റഡ് വേർഷൻ വരുന്ന കാര്യത്തിൽ കൂട്ടായ ആലോചനയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ടുള്ളത്. അത് നാളെയും സിനിമകൾ എടുക്കണം. എമ്പുരാന് ലൂസിഫറിന്റെ 3ാം ഭാഗം ഉണ്ടാകും. ആ ഒരു തീരുമാനത്തിൽ നിന്നൊന്നും പിന്നോട്ടില്ല. മറ്റ് സമൂഹത്തിൽ നമ്മൾ എടുത്തു ചോദിച്ചു, മറ്റു രാഷ്ട്രീയ പാർട്ടികളെയും വിമർശിക്കുന്ന സാഹചര്യമുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അത്തരത്തിൽ വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മറ്റൊരു വിഭാഗത്തെയോ രാഷ്ട്രീയ പാർട്ടിയായോ
വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് പരിഹാരം കാണുക നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ള തരത്തിലാണ് ആന്റണി പെരുമ്പാവൂർ പ്രതികരിച്ചത്. അഭിലാഷ്. യെസ്, ആന്റണി പെരുമ്പാവൂരിന്റെ പ്രതികരണം ആണ് എമ്പുരാൻ വിവാദത്തിനിടെ ഉണ്ടായിട്ടുള്ളത്.